morning devotion. I'm forever yours. Praise God, hallelujah. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. Praise God, hallelujah. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് വാഗ്ദത്തങ്ങളെ തരുന്നത്, വാഗ്ദത്തങ്ങളെ തരും. നമുക്ക് അനേകം വാഗ്ദത്തങ്ങൾ കർത്താവ് നമുക്ക് തന്നു. എന്തിനെ വാഗ്ദത്തം കർത്താവ് തരും? കർത്താവ് ഒരാളോട് ഒരു വാഗ്ദത്തം പറയുമ്പോൾ ശരിക്കും കർത്താവ് ആ വ്യക്തിയെ കുറിച്ച് അവൻ എന്തായി തീരണമെന്ന് കാണുന്നോ അതിനെയാ കർത്താവ് നമ്മളോട് പറയുന്നത്. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നാം അനുഗ്രഹമായി തീരണം. അബ്രഹാമിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിച്ചത് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തമായിട്ട് തന്നു, വാഗ്ദത്തമായിട്ട് കൊടുത്തു. ആ വാഗ്ദത്തം നൽകിയപ്പോൾ അബ്രഹാമിന്റെ അകത്ത് ദൈവം നൽകിയ വാഗ്ദത്തം ദർശനമായിട്ടും ഒരു ഡ്രീമായിട്ടും കാഴ്ചപ്പാടായിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അനുഗ്രഹിച്ചു, അനുഗ്രഹിക്കും, അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് എന്തോ വേറെന്തോ ഒരു കാണാൻ കഴിയാത്ത എന്തോ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് അല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ മേൽ പറഞ്ഞു വെക്കുന്നതാണ് അനുഗ്രഹം. നമുക്കറിയാലോ, മാതാപിതാക്കളൊക്കെ വാർദ്ധക്യമാകുമ്പോൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൊ അവര് ആ മക്കൾ എങ്ങനെയാകണമെന്ന് അമ്മയും അപ്പനും ആഗ്രഹിക്കുന്നു, അതാ പറയുന്നത്. അത് ആ പറച്ചിലങ്ങ് റിലീസ് ചെയ്യപ്പെടുക മക്കളിലേക്ക്. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ മക്കളിലേക്ക് റിലീസ് ചെയ്യുക. പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പ്രസ്താവിക്കുകയാണ് വാഗ്ദത്തങ്ങളാണ്. പക്ഷേ ആ വാഗ്ദത്തത്തെ ദൈവിക ഭാവത്തിൽ നാം സ്വീകരിക്കും. അതെന്റെ അനുഗ്രഹമായി തീരുക, അനുഗ്രഹമായി തീരുക. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞാനും അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾക്കും എനിക്കുള്ള വാഗ്ദത്തങ്ങളെല്ലാം കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. അതെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമെല്ലാം കർത്താവ് നമുക്ക് തരുമെന്ന വചനത്തിലുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിവർത്തിക്കും. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നാം അനുഗ്രഹിക്കപ്പെടണം, നാം മാനിക്കപ്പെടണം, നാം ഉയർച്ച പ്രാപിക്കണം, നാം ജയാളികളായി തീരണം. അത് കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. അവന്റെ ആഗ്രഹമാണ് നമ്മുടെ അനുഗ്രഹം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ അവൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള അനുഗ്രഹം പ്രാപിച്ച് വർദ്ധിച്ചു വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. God bless you. Amen.